സെപ്റ്റംബർ 26 വിശുദ്ധരായ കോസ്മോസും ഡാമിയനും ഇരട്ട സഹോദരന്മാരാണ്. റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യൻ്റെ കീഴിൽ രക്തസാക്ഷികളായി, രോഗശാന്തി ശാസ്ത്രം പഠിച്ച് വൈദ്യന്മാരായി, പുറംജാതീയ സമൂഹത്തെ സുവിശേഷവൽക്കരിക്കാൻ തീരുമാനിച്ചു. അവർ അവരുടെ രോഗശാന്തി സേവനങ്ങൾ സൗജന്യമായി വാഗ്ദാനം ചെയ്തു. ഈ ജീവകാരുണ്യ പ്രവർത്തനം അവർക്ക് വെള്ളിയില്ലാതെ എന്നർത്ഥമുള്ള അനാർഗിറോയ് എന്ന പദവി നേടിക്കൊടുത്തു. അവരുടെ എതിർ സാംസ്കാരിക സമ്പ്രദായം അവരുടെ സഹപൗരന്മാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും അനേകരെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. 284 ഡയോക്ലീഷ്യൻ റോമൻ ചക്രവർത്തിയാവുകയും 303 സാമ്രാജ്യത്തിലുടനീളം അനേകം ക്രിസ്ത്യാനികളുടെ പീഡനത്തിനും മരണത്തിനും കാരണമായ ശാസനകളുടെ ഒരു പരമ്പര പുറപ്പെടുവിക്കുവാനും തുടങ്ങി. പ്രബലരായ ക്രിസ്ത്യാനികളെയാണ് പലപ്പോഴും ആദ്യം ലക്ഷ്യമിടുന്നത്. പതിവ് പോലെ സഹോദരന്മാർക്ക് അവരുടെ വിശ്വാസം പരസ്യമായി ഉപേക്ഷിക്കാനും അവരുടെ ജീവൻ രക്ഷിക്കാൻ റോമൻ ദൈവങ്ങളെ ബഹുമാനിക്കാനും അവസരം ലഭിച്ചു. അവർ വിസമ്മതിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. പ്രിഫെക്ട്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാനുള്ള ശ്രമത്തിലാണ് അവർ ആദ്യം പീഡിപ്പിക്കപ്പെട്ടത്. എന്നിരുന്നാലും പരിക്കുകളൊന്നും ഏൽക്കാതെ അവർ അത്ഭുതകരമായ കഷ്ടതകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. വെള്ളത്തിൽ മുക്കി, തീ, അമ്പ്, കല്ലെറിഞ്ഞ് അവരെ കൊല്ലാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഓരോ ശ്രമവും പരാജയപ്പെട്ടു. ഒടുവിൽ കോസ്മോസും ഡാമിയനും അവരുടെ 3 സഹോദരന്മാരും ശിരച്ഛേദം ചെയ്യപ്പെട്ടു.